ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഹൈദരാബാദ് ചിക്കൻ ബിരിയാണിയാണ്. പ്രീവിയസ് വീഡിയോയിൽ ഞാൻ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും നിങ്ങളെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ഹാഫ് ബൗൾ ഓയിലും ഒരു 5 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവാള നൈസാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്നിച്ചിടരുത്, കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ സവാളയെല്ലാം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ശേഷം നമ്മൾ ആ സെയിം ഓയിലിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം. ഞാനിവിടെ 250 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഒരു 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പുതിന, ഒരു കൈ നിറയെ മല്ലിച്ചപ്പ്. പുതിനേക്കാളും കൂടുതൽ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ കസൂരി മേത്തി. ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. പക്ഷെ അത് നല്ലൊരു ടേസ്റ്റാണ് ഇട്ട് കഴിഞ്ഞാൽ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്. നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓനിയനിൽ നിന്ന് ഒരു 1/4 ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ബാക്കിയുള്ളത് ഗാർണിഷിനായിട്ട് മാറ്റി വെക്കണം. നേരത്തെ നമ്മൾ ഓനിയൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എണ്ണയിൽ നിന്ന് ഒരു 1/2 ബൗൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 ബൗൾ തൈരാണ്. ഞാനിവിടെ നല്ല പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ പുളിയില്ലാത്ത തൈരാണ് വെച്ചെങ്കിൽ 1 കപ്പ് തൈര് വരെ എടുക്കാം. ഇനി ഇവയെല്ലാം കൂട്ടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഈ ഒരു ഗ്ലാസ്സിൽ ഞാൻ 3 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി വൃത്തിയാക്കി അതിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാനിവിടെ അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 ഏലക്കായ, 6 ഗ്രാമ്പു, ചെറിയ കഷ്ണം പട്ട എന്നിവ ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും നമുക്ക് വേറൊരു പാൻ ചൂടാക്കി ഇതിലേക്ക് നമ്മൾ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം.
ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി തിളപ്പിക്കണം. അപ്പോൾ ആ ചിക്കനിൽ നിന്നുള്ള ഗ്രേവിയൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. ചിക്കനിൽ നിന്നുള്ള ഗ്രേവിയൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്ത് വേവിക്കണം. 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് അടച്ചു വെച്ചിട്ട് ഒരു 7 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മസാല ചിലപ്പോൾ കരിഞ്ഞു പോകും. 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ മസാലയൊക്കെ നല്ല അടിപൊളി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഗ്രേവി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിക്ക് ഗ്രേവിയാക്കി മാറ്റണം. നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായി തിളയ്ക്കുമ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കേണ്ടത്, അതിന് മുന്നേ ഇട്ട് കൊടുക്കരുത്. ശേഷം ഇതിലേക്ക് അരമണിക്കൂർ സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ആ റൈസൊക്കെ കൂട്ടുമെന്ന് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. റൈസിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഓയിലും 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ഒരു 80% കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് ഡ്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി ദമ്മിടാം. അതിന് വേണ്ടി ഒരു പാത്രത്തിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ കുറച്ച് പാലും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി കലക്കി എടുത്തിട്ടുള്ള ഒരു മിശ്രിതമാണ്. ഇത് നമുക്കൊരു കളറിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓനിയനിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ബാക്കിയുള്ള ചോറും മുഴുവനായിട്ടും ഇട്ട് കൊടുക്കണം. അപ്പോൾ ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മളൊരു കളറിന് വേണ്ടിയിട്ട് പാലും മഞ്ഞൾപ്പൊടിയും കൂട്ടിയുള്ള മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് കുറച്ച് സാഫ്രൺ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ബാക്കിയുള്ള ഒനിയനും കൂടി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിച്ചപ്പും പുതിന ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ഫോയിലിംഗ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. 30 മിനിറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കണം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കൂടി എക്സ്ട്രാ വെക്കണം. എന്നാലാണ് അത് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരുള്ളൂ. അതിനുശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചിക്കനൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്, പാകത്തിനുള്ള വേവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻസിൽ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഞാൻ വേറൊരു ഡിഷുമായിട്ട് വേറൊരു വീഡിയോയിൽ വരുന്നതാണ്. അതുവരേക്കും സ്റ്റേ ട്യൂൺ. താങ്ക് യു.